ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ പ്രാവശ്യം മൂലക്കുരു, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് പേര് മലബന്ധം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഇത് നമുക്കൊക്കെ അറിയുന്നതാണെങ്കിലും പലരുടെയും ജീവിതശൈലി കാരണം കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മലം വയറ്റുന്ന കൃത്യമായിട്ട് പോയിട്ട് മലശോധന ശരിയായിട്ട് വയറ്റുന്നൊന്നും ബാക്കിയില്ലാത്ത രൂപത്തിൽ സുഖശോധന കിട്ടിയിട്ട് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല പോലുള്ള രോഗങ്ങളും ഗ്യാസ്, പുളിച്ചതട്ടൽ, വയറ് വീർക്കൽ, നെഞ്ച് കെട്ടൽ, ഭക്ഷണത്തിൽ രുചിയും താല്പര്യം ഇല്ലാതിരിക്കുക, ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളും പോവാൻ ശോധന ശരിയാക്കി എടുത്താൽ മതി. അപ്പോൾ ശോധന ശരിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടിപ്സും നിങ്ങളെല്ലാവരും അറിയുന്നതും എന്നാൽ ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ വീഡിയോയുടെ ഉദ്ദേശം ഇത് പലർക്കും അറിയുന്നതായിരിക്കും, എന്നാൽ നമ്മളുടെ അശ്രദ്ധ കാരണം, നമ്മളുടെ ശ്രദ്ധക്കുറവ് കാരണം വയറ് ശോധന ശരിയാവാതെ ആവുകയും മലമുറക്കുകയും അത് പിന്നീട് പല രോഗങ്ങൾക്കും പോവാറുണ്ട്. ഞങ്ങൾ ഡോക്ടർമാർ ഞങ്ങളുടെ ഞങ്ങളുടെ നിത്യജീവിതത്തിൽ ക്ലിയറായിട്ട് കാണുന്ന ഒരനുഭവമാണിത്. അപ്പോൾ ആദ്യം ഇത് ശ്രദ്ധിക്കൂല, പിന്നെ അത് വലുതാവും, പിന്നെ അതൊരു ശീലമാവും, പിന്നെ വയറ്റുന്ന് പോവാൻ എനിമ കൊടുക്കലും മരുന്ന് കുടിക്കലും പിന്നെ കാലാകാലം മരുന്ന് കുടിക്കലും ആവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാരമ്പര്യമുള്ളവരും പ്രത്യേകിച്ച് പൈൽസും ഫിഷറും ഫിസ്റ്റുലൊക്കെ ഉള്ള ആളുകളും ഇതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മാനേജ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള സിമ്പിൾ ടിപ്സാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. ഇത് പലർക്കും അറിയുന്നതായിരിക്കും. അറിയാത്ത ആളുകൾ അവൻ്റെ കഷ്ടപ്പാട് അറിയണമെങ്കിൽ ഇത് പ്രയാസമുള്ള ആളുകളോട് ചോദിച്ചാൽ മതി. അവർ പറയും ഒരു ദിവസം അങ്ങ് പോയിട്ടില്ലെങ്കിൽ ആ ദിവസം പിന്നെ ഒന്നിനും പറ്റൂല. ഇതന്നെ ആയിരിക്കും ചിന്ത. ഇതങ്ങോട്ട് സ്വസ്ഥമായിട്ട് പോന്നാലോ, മനസ്സിൻ്റെ ഉള്ളിൽ കൂടി തന്നെ മൊത്തത്തിലൊരു സന്തോഷമാണ്, ആകെ സുഖമായിട്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അത്തരക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഭക്ഷണം, രണ്ടാമത്താണ് വ്യായാമം, മൂന്നാമതാണ് ജീവിതശൈലി, നാലാമതാണ് ടോയ്ലറ്റ് ശീലങ്ങൾ. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിൽ മലമുണ്ടാവുന്നത്? ഒറ്റവാക്കിൽ നമുക്കൊക്കെ അറിയാം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് പോകുന്നു. ഇത് ശരിയാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് പുറത്തു പോകാൻ നമ്മൾ എന്താ കഴിക്കുന്നു എന്നുള്ളത് വലിയ ഘടകമാണ്. ഫൈബറുള്ള ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നതിന് പകരം സാധാ ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുതരാം. ചില സംഗതി വേഗം ദഹിക്കുന്നതും സുഖമായിട്ട് മലം ഫോം ചെയ്യുന്നതുമായിരിക്കും. ഉദാഹരണത്തിന് പഴങ്ങൾ, ആപ്പിള്, മൈസൂർ പഴം എന്ന് പറഞ്ഞ ചെറിയ പഴം, അതുപോലെ തന്നെ ഇലക്കറികൾ, പച്ചക്കറികൾ, ഇതൊക്കെ വേഗത്തിൽ മലം പോവാൻ സഹായിക്കുന്ന ഫൈബർ കൂടിയിട്ടുള്ള സാധനങ്ങളാണ്. ഇനി വേറെ ചിലതുണ്ട്, നന്നായിട്ട് മലശോധനയെ ഇല്ലാതെയാക്കും, മലം ഉറച്ചു നിൽക്കാൻ കാരണമാവുന്ന സാധനങ്ങൾ. അതിൽപ്പെട്ടിട്ടുള്ളതാണ് മൈദ, അതല്ലെങ്കിൽ ഫൈബർ കുറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള ഹോട്ടൽ ഭക്ഷണങ്ങൾ, കളറുള്ള ഭക്ഷണങ്ങൾ, ടിൻ ഫുഡുകളായിട്ടുള്ള സാധനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കൊഴുപ്പ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ, നോൺ വെജ്, കോഴി, കോഴിമുട്ട പോലുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ആശ്രയിച്ചിട്ടാണ് നമ്മളുടെ ശരീരത്തിൽ മലം പോകുന്നത് തീരുമാനിക്കുന്നത്. ഇതുപോലെ പലർക്കും അറിയാത്തൊരു സംഗതി ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ മാത്രമല്ല വെള്ളത്തിനെ ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ കഴിച്ച ഭക്ഷണം വായിലൂടെ വന്ന് കുടലിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിലെ വെള്ളം വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല വെള്ളമുള്ള ആളാണെന്ന് കരുതുക, വെള്ളം കുടിക്കുന്ന ആളാണെന്ന് കരുതുക. വെള്ളം നല്ലോണം ഉണ്ട്, ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് വല്ലാതെ വലിച്ചെടുക്കില്ല. എന്നാൽ നിങ്ങൾ വെള്ളം കൂടി കുറവുള്ള ആളാണെങ്കിൽ ബോഡി എന്ത് ചെയ്യും? ഈ ബാക്കി വരുന്ന വെള്ളം നമ്മളുടെ മലം ഫോം ചെയ്യുന്ന കുടലുകളിൽ നിന്ന് വലിച്ചെടുക്കും. അങ്ങനെ കുടലുകളിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ നിങ്ങൾ എന്ത് നല്ല ഭക്ഷണം കഴിച്ചാലും ആ മലം ഉറക്കാൻ കാരണമാവും. ഇതാണ് പലരും പറയുന്നത്, ഡോക്ടറെ ഞങ്ങൾ നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്, നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല, പക്ഷേ വയറുറക്കുന്നു എന്ന്. അപ്പോൾ വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ കുടലിൽ നിന്ന് ഇത് വലിച്ചെടുക്കുകയും അതിലൂടെ മലം ടൈറ്റ് ആവുകയും അങ്ങനെ മലം ടൈറ്റായിട്ട് വയറ്റുന്ന് പോകാൻ പ്രയാസം ഉണ്ടാവുകയും ചെയ്യും. ഇനി മലം പോവാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതറിഞ്ഞാലാണല്ലോ നമുക്ക് എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അറിയുന്നത്. ഏറ്റവും ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണത്തിലെ ശ്രദ്ധയില്ലായ്മ, ഭക്ഷണത്തിൽ കൂടുതലായിട്ട് നോൺ വെജ് കഴിക്കുന്നത്, കളർ അടങ്ങിയിട്ടുള്ള കഴിക്കുന്നത്, ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നത്, കെമിക്കൽ അടങ്ങിയിട്ടുള്ളത് കഴിക്കുന്നത്, പിന്നെ ഭക്ഷണത്തിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കുറയുന്നത്, പച്ചക്കറികളും സാലഡുകളും മുളപ്പിച്ച പയർ പോലുള്ള സാധനങ്ങളും ഇലക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഭക്ഷണത്തിൽ കുറയുകയും ഹോട്ടൽ ഭക്ഷണങ്ങളും കൃത്രിമ ഭക്ഷണങ്ങളും കൂടുതൽ കഴിക്കുന്നതുമാണ് ഒന്നാമത്തെ കാരണം.
ഇനി 2, കഴിച്ച തന്നെ സമയത്ത് കഴിക്കാത്തതും വല്ലാത്ത പ്രശ്നമാണ്. കുറേ സമയം വയറ് വെറുതെ ഇടും, ബാക്കി കുറേ സമയം വയറ് ഒന്നിച്ച് വാരി വലിച്ച് കഴിക്കും. ഇതൊരു പ്രശ്നമാണ്. 3-മത്തത് ഉറക്കക്കുറവ് ഒരു പ്രശ്നമാണ്. ഉറക്കം തീരെ ഇല്ലാതെ ആകുമ്പോൾ അതിനനുസരിച്ച് ദഹനം ശരിയാവാതെ മലം ടൈറ്റാവും. അതുപോലെ വ്യായാമം കിട്ടാത്തത്, നമ്മളുടെ കുടലുകളുടെ മൂവ്മെൻറ്റുകളൊക്കെ അവിടെ ഒതുങ്ങി നിൽക്കുകയും അതിലൂടെ മലബന്ധം മലബന്ധം ഉണ്ടാവുകയും ചെയ്യും. വേറൊന്ന് വരുന്നതാണ് സ്ട്രെസ്സ്. നമ്മുടെ ശരീരത്തിലെ ടെൻഷന്, പേടി, ബേജാറ് അകപ്പാടെ ഇതാവുന്ന സമയത്ത് നമ്മളുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കുറയുകയും അതിലൂടെ മലബന്ധം ഇല്ലാതെയാവുകയും ചെയ്യും. ഇനി നമ്മളുടെ ജീവിതശൈലിയിൽ തന്നെ നമ്മൾ പുലർത്തിപ്പോരുന്ന ലഹരികൾ, അതുപോലെ തന്നെ മറ്റ് മദ്യം, മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മളുടെ ദഹനത്തെ ഇല്ലാതെയാക്കുകയും അതിലൂടെ മലബന്ധത്തിന് കാരണമാവുകയും ചെയ്യും. പലരും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്, വയറ്റിന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ വാരിക്കോരി അതിനുള്ള മരുന്നുകൾ കുടിക്കും. ഈ വ്യായാമം അതൊന്നും ചെയ്യാതെ ഇങ്ങനെ മരുന്നുകൾ കുടിച്ചാലുള്ള ദ്രോഹം എന്നുള്ളത് ഇതില്ലാതെ പിന്നെ വയറ്റിന്ന് പോവാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി എന്ത് ചെയ്യുക, ഇത്തരം മരുന്നുകൾ വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ സ്റ്റേജിൽ മാത്രം ഉപയോഗിക്കുക. ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിട്ടുള്ള ജീവിതശൈലികൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ മലബന്ധം ഇല്ലാതെയാക്കാൻ കഴിയും. പിന്നെ ചില രോഗങ്ങൾ, പൈൽസ്, ഫിഷർ, അതുപോലെ തന്നെ കുടലിലെ രോഗങ്ങൾ, അതുപോലെ തന്നെ പുണ്ണ്, ഇത്തരം സംഗതികൾ, അമിതവണ്ണം, ഇതൊക്കെ നിങ്ങളുടെ ദഹനത്തിനെ ബാധിക്കുകയും അതിലൂടെ മലബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട്. ഇതൊന്നും ചെയ്യാത്ത പലർക്കും മലബന്ധം ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്താ അറിയോ? ഫോണും കൊണ്ട് ടോയ്ലറ്റിലേക്ക് പോകുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരിയാണ് വരിക. നല്ലൊരു ശതമാനം ആളുകൾ അത് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പ്രാക്ടീസിൽ പലപ്പോഴും കാണുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ ഈ അടുത്ത കാലത്താട്ടോ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള. പണ്ടൊന്നും എൻ്റെ പ്രാക്ടീസിൻ്റെ ആദ്യ കാലത്തൊന്നും അത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ആളുകൾ ഫോണും കൊണ്ടാണ് വാട്സപ്പും യൂട്യൂബും ഫേസ്ബുക്കൊക്കെ കൂടുതൽ നോക്കുന്നത് ടോയ്ലറ്റ് ഇരുന്നിട്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ ടോയ്ലറ്റ് ശീലങ്ങളിൽ വന്ന മാറ്റങ്ങൾ ഭയങ്കര ഘടകമായിട്ടുണ്ട്. ഒന്ന്, നമുക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നിയാൽ ടോയ്ലറ്റിൽ പോവുക. ടോയ്ലറ്റിൽ പോകാനില്ലെങ്കിൽ അതിൽ പിടിച്ചിരുന്നിട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുക, ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ മുന്നിലേക്ക് ആഞ്ഞിട്ടും ബാക്കിലേക്ക് ചാരി ഇരിഞ്ഞിട്ടും അല്ല, കറക്റ്റ് നിവർന്ന് നിന്നിട്ട് ചെയ്യുക. മുട്ട് നേരെ കുത്തനെ കസേരയിൽ ഇരിക്കുന്നതിന് പകരം കുറച്ച് ചെരിച്ച് ബാക്കിലേക്ക് വെക്കുന്നത് കൂടുതൽ സഹായകരാകും. ശരിക്കും ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ ഒരു ഗുണം അവിടെയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് കൂടുതലായിട്ട് ശോധന പെട്ടെന്ന് പോകാൻ സഹായകരായിരിക്കും. അതുപോലെ തന്നെ കുറേ സമയം മുക്കി കളയുക, അതുപോലെ തന്നെ നന്നായിട്ട് ഹാർഡായിട്ട് കൈ കൊണ്ട് റബ്ബ് ചെയ്തിട്ട് കളയുക, അതുപോലെ തന്നെ നല്ല ഫോഴ്സിൽ പൈപ്പിലെ വെള്ളം അതിലേക്ക് അടിച്ച് കളയുക. അങ്ങനെയെല്ലാം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ് ഇത് മലബന്ധത്തിനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും കാരണമാവും. അതുകൊണ്ട് മാറിയ ടോയ്ലറ്റ് ശീലങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ പൈൽസ് മലബന്ധം വരാൻ, അതിലൂടെ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുലൊക്കെ വരാനും കാരണമാവുന്നുണ്ട്. മലബന്ധം മാറുന്നതിനുള്ള 10 ടിപ്സ് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യും, ഒരു മരുന്നും എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ മലബന്ധത്തെ നിങ്ങളുടെ വരുതിയിലാക്കാൻ പറ്റും. ആദ്യം ഞാൻ പറഞ്ഞു തരുന്നത് കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ്. വേറെ ഒന്നുമല്ല, നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക. ഈ ഫ്രൂട്ട്സ് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും നെറ്റൊക്കെ നോക്കുമ്പോൾ വലിയ വലിയ സാധനങ്ങളൊക്കെ കാണുക. കിവി, പീറ്, അവക്കാഡോ, ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളൊക്കെ കാണുക. എന്നാൽ മനസ്സിലാക്കുക, നിങ്ങളുടെ വീട്ടിലുള്ള ചക്ക, നിങ്ങളുടെ വീട്ടിലുള്ള മാങ്ങ, നമ്മളെ വീട്ടിലുള്ള കറൂത്ത, പപ്പായ, കറുമൂസ എന്നൊക്കെ പറയുന്ന പപ്പായ, ഇതിനോടത്തോളം നല്ല ശോധന ഉണ്ടാക്കുന്ന സാധനങ്ങൾ വേറെ ഇല്ല. അപ്പോൾ അത് നന്നായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ആപ്പിൾ കഴിയുമെങ്കിൽ നല്ലതാണ്, ഓറഞ്ച് കഴിയുമെങ്കിൽ നല്ലതാണ്, ഉറുമാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ്, പഴം വാഴപ്പഴം കഴിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. ഒബ്വിയസ്ലി കിവിയും അതുപോലെ തന്നെ ബെറീസും, ബ്ലാക്ക് ബെറിയും ബ്ലൂബെറി, ഈ സാധനങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ കുറേ പൈസ കൂടിയ സാധനങ്ങൾ പറയുന്നില്ലേറെ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള പപ്പായയും ചക്കയും മാങ്ങയും തന്നെയാണ്. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന പഴങ്ങൾ, പിന്നെ വില കുറഞ്ഞ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ഉണ്ട്. ആ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതും നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. രണ്ടാമത് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ പച്ചക്കറികൾ, നിങ്ങളുടെ വീട്ടിലുള്ള പച്ചക്കറികൾ ഇത് തന്നെ സാലഡുകളാക്കിയിട്ട് ഉപയോഗിക്കുക. കുറേ വേവിച്ച് അല്ലെങ്കിൽ കുറേ പൊരിച്ചെടുക്കുന്നതിലേറെയൊക്കെ നല്ലത് സാലഡുകളായിട്ട് കൂടുതൽ ഉപയോഗിക്കുക. മത്തങ്ങയാണെങ്കിലും കുമ്പളങ്ങയാണെങ്കിലും, ഇനി അതല്ലെങ്കിൽ പയർ, ബീൻസ് പോലെയുള്ള അങ്ങനത്തെ പയർ വർഗ്ഗങ്ങളാണെങ്കിലും വളരെ നല്ലതാണ്. അരി ഭക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ തവിടുള്ള അരിയാണ് ഉപയോഗിക്കേണ്ടത്, പോളിഷ് ചെയ്തതല്ല. അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻസ് ആയിട്ടുള്ള ഓട്സ്, അതുപോലെ തന്നെ തവിടോട് കൂടിയിട്ടുള്ള ഗോതമ്പ്, ഇത്തരം സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നാലോ
മൈദ പോലുള്ള സാധനങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. എണ്ണമെഴുക്കുള്ളത് കുറയ്ക്കുക. ഒലീവ് ഓയിൽ അത്ര പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണ്, അതുപോലെ തന്നെ നട്ട്സ് നല്ലതാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കഴിവും സാമ്പത്തികവും പ്രത്യേകം ഓർക്കുക. അതല്ലാതെ ഇത് കിട്ടിയില്ല എഴുതിയിട്ട് വയറ്റുന്ന പോകാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ പൊതുവേ ചെയ്യുന്നതുണ്ട്, ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ കുടിക്കുക. ഒരു 10 എണ്ണം വെച്ചിട്ട് അത് രാവിലെ കുടിക്കുക. ഇതുപോലെ അത്തിപ്പഴം ചെയ്യുന്നവരുണ്ട്, ഇതും നല്ലതാണ്. അതും വെള്ളത്തിലിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. വിദേശ രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അത്തരത്തിൽ അത് കിട്ടുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ നല്ലതാണ്. ഇത് സുഖശോധന പ്രദാനം ചെയ്യുന്നതിന് വളരെ സഹായകരമാണ്. രണ്ടാമത്തെ ടിപ്സ്, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ തന്നെയാണ്. ഇത് വേറെ ഒന്നുമല്ല, നമുക്കറിയാം നമ്മളെ കെമിക്കൽ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രോസസ്ഡ് ഫുഡ്, എടുത്തു വെക്കാൻ പ്രിസർവേറ്റീവ്സ്, അതായത് കേട് വരാതെ ടിന്നിലൊക്കെ സൂക്ഷിക്കുന്ന കുറേ കാലം കേട് വരാതിരിക്കാനുള്ള കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ള ഫുഡ്, കളറുകളൊക്കെ ചേർത്തിട്ടുള്ള ഫുഡ്, ചിപ്സ് പോലെ എണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ള സംഗതികൾ, അതുപോലെ തന്നെ പാല് കൂടുതലായിട്ട് പാലുൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ചീസ്, പാല്, ഇത്തരം സംഗതികൾ, നോൺ വെജിൽ നന്നായിട്ട് മസാല ഉള്ള ഐറ്റംസ്, പിന്നെയും പൊരിച്ചെടുത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ കോഴിമുട്ട, അതുപോലെ തന്നെ മീറ്റ്, ഇത്തരം സംഗതികൾ, പിന്നെ മധുരം കൂടുതലായിട്ടുള്ള സംഗതികൾ, പേസ്ട്രികൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോളകൾ, ഇത്തരത്തിൽ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ശീലമായിക്കൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് എന്നിവയിൽ പെട്ടിട്ടുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് പരമാവധി ഉപയോഗം കുറയ്ക്കുക. അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഗതികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. മൂന്നാമതായിട്ട് ടോയ്ലറ്റ് ശീലങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എപ്പോഴാണോ വയറ്റിന്ന് പോകാൻ തോന്നുന്നത് അപ്പോൾ വയറ്റിന്ന് പോവുക. തോന്നുന്നില്ലെങ്കിലോ സമയം അലാരം അടിക്കുന്ന പോലെ 8 മണിയായി ഇന്ന് വയറ്റിന്ന് പോവുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ടൈം വെച്ചിട്ട് അതിനെ കാത്തു നിൽക്കണ്ട. നിങ്ങൾക്ക് വയറ്റിന്ന് പോകാൻ തോന്നുകയാണെങ്കിൽ സൗകര്യപ്പെടുന്ന സ്ഥലത്ത് പോവുക. അതല്ലാതെ വീട്ടിലെത്തട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. ഇത് വിശിഷ്യ ഞാൻ പറയുന്നത് നമ്മളെ വിദ്യാർത്ഥികളെയും മക്കളെയും ഇത് ശീലിപ്പിക്കുക. കാരണം ചെറുപ്പത്തിൽ അവരിത് നമ്മളെന്ത് ചെയ്യും, വീട്ടിലെത്തട്ടെ എഴുതി സ്കൂളിൽ നിന്ന് പോവാതെ പിടിച്ച് നിൽക്കും. അല്ലെങ്കിൽ വല്ല ബന്ധു വീട്ടിലും പോവുകയാണെങ്കിൽ അവിടുന്ന് പറയാൻ മടിക്കും. അങ്ങനെ ചെയ്യേ വേണ്ട. ഇതെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, എനിക്കുള്ളതാണ്, ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ വന്നിട്ട് എനിക്ക് വയറ്റുന്ന് പോകണമെന്ന് പറഞ്ഞാൽ അവനെ കളിയാക്കി ചിരിക്കാനോ അതല്ലെങ്കിൽ ഓനെന്താ പിടിച്ച് നിൽക്കാൻ വയ്ക്കൂലെന്ന് ചോദിക്കാനൊന്നും നിൽക്കണ്ട. നമ്മളങ്ങനെ ഒരാളെ കളിയാക്കുമ്പോൾ നമ്മളെ മക്കളിത് കേൾക്കും. എന്നിട്ട് മക്കളെന്ത് ചെയ്യും, നാളെ വയറ്റുന്ന് പോകാൻ തോന്നിയാൽ പറയാൻ മടിയായിരിക്കും. നേരെ മറിച്ച് നമ്മളെ സഹോദരൻ ഒരാൾക്ക് ഇങ്ങനെ തോന്നുകയാണെങ്കിൽ ഈ ബാത്റൂം ഉപയോഗിച്ചു അതിനെന്താ എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ഇത് കാണുന്ന നമ്മളെ മക്കൾക്കും ഇതുപോലെ ചെയ്യാൻ തോന്നും. ഇതൊരു വലിയ സംഭവമാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പിടിച്ച് നിർത്തരുത്. ഫോണും കൊണ്ട് ടോയ്ലറ്റിലേക്ക് പോകുന്ന ശീലം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ദയവായി അങ്ങനെ കാണിക്കരുത്. അങ്ങനെ കാണിച്ചാലുള്ള പ്രശ്നം എന്താ അറിയോ, നമ്മൾ ഈ ഫോണും കൊണ്ട് പോകുമ്പോൾ ഈവൻ പുതിയ തലമുറയിൽ പുതിയ ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ട്, നമ്മൾക്ക് ചെറിയ ബ്ലീഡിംഗ് ഒക്കെ മലത്തിലുണ്ടെങ്കിൽ പണ്ടത് ആളുകൾ ശ്രദ്ധിക്കും. ഇപ്പം അത് ശ്രദ്ധിക്കുന്നില്ല. ഒന്ന് യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്ന് ഫ്ലഷ് ചെയ്യുക, 2 കയ്യിൽ ഫോണാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ പൈപ്പ് ടാപ്പ് പ്രഷറും അങ്ങ് കൊടുത്ത് അടിച്ച് പോവുകയാണ്. ഇതൊക്കെ എന്നിട്ട് വലിയ ഗൗരവത്തിലെത്തിയിട്ട് അറിയുന്നത്. അപ്പോൾ ഒന്നാമത് ഫോൺ കൊണ്ടുപോകരുത്. 2 ഫോണും പിടിച്ച് കുറേ നേരം അതിൽ മുക്കി പിടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മസിലുകൾ അറിയാതെ ടൈറ്റ് ആവുകയും പിന്നീട് അത് ശരിയായ രൂപത്തിലുള്ള ടോയ്ലറ്റ് ശീലം അല്ലാതെ ആയി പിന്നീട് മലബന്ധത്തിലേക്കൊക്കെ നയിക്കും. അതുകൊണ്ട് ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ പോവരുത്. ഇനി 4ാമത് പറയുന്നത് ദുശ്ശീലങ്ങളായിട്ടുള്ള ലഹരി, മദ്യപാനം, ഇതൊക്കെ പരമാവധി ഒഴിവാക്കുക. 5ാമത് നന്നായിട്ട് കിടന്നുറങ്ങുക. അടുത്തത് പറയാനുള്ളത് വ്യായാമം ചെയ്യലാണ്. ദിവസം വ്യായാമം ചെയ്യുക. ഒരു 40 മിനിറ്റ് വെച്ചിട്ട് 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം, പറ്റുകയാണെങ്കിൽ 7 ദിവസവും ആഴ്ചയിൽ വ്യായാമം ചെയ്യാം. ഇത് പ്രഭാത സവാരി ഏറ്റവും നല്ലത്. എന്നാൽ ശരിയായ അർത്ഥത്തിൽ നിങ്ങൾക്ക് ശോധന കിട്ടും. ശരീരത്തിൽ കെട്ടിക്കിടന്ന ദുർമേധസ്സൊക്കെ സുഖമായിട്ട് അങ്ങ് പോരാനും സഹായകരായിരിക്കും. ഇത് നിങ്ങളുടെ ശോധന പ്രശ്നം മാത്രമല്ല, പൈൽസും ഫിഷറും വിസ്റ്റുലിയും മാത്രമല്ല, അമിതവണ്ണം, കൊളസ്ട്രോളും യൂറിക് ആസിഡും PCODയും ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ കുറയാനും നിങ്ങൾക്ക് നല്ല പവർ കിട്ടാനും സെക്ഷൽ പവർ കിട്ടാനും നല്ല എനർജി കിട്ടാനും മെൻ്റലി ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനും ഒക്കെ സഹായകരമാണ്. അതുകൊണ്ട് ഈ വ്യായാമം ഒരു 40-45 മിനിറ്റ് ദിവസവും നിർബന്ധമായും ചെയ്യുക. ഇതോടൊപ്പം പറയുന്നത് സെഡൻഡറി ലൈഫ്, ചടഞ്ഞു കൂടി കുറേ നേരം അടങ്ങിയിരിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ ഇടയിലൊന്ന് നീച്ച് വ്യായാമം ചെയ്യുക. അതല്ലെങ്കിൽ കുറേ നേരം ചടഞ്ഞുകൂടി ഇരിക്കുന്ന ശീലം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ചൊരു ജീവിത ശൈലി പറഞ്ഞുതരാം. വേറൊന്നുമല്ല,
രാവിലെ എഴുന്നേൽക്കുക, അത് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുൻപ് എഴുന്നേൽക്കുക, പരമാവധി ശ്രമിക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം കുടിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് മോഷൻ ശരിയാവാൻ അത് ഏറെ സഹായകരമായിരിക്കും. എന്നിട്ട് 1 അല്ലെങ്കിൽ 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക. എന്നിട്ട് പ്രഭാത സവാരിക്ക് പോകുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല അതിൻ്റെ മുൻപ് തന്നെ നിങ്ങൾക്ക് ശോധന കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു 40-45 മിനിറ്റ് പ്രഭാത സവാരി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ സുഖമായിട്ടുള്ള ശോധന കിട്ടും. അതുപോലെ തന്നെ ശരീരത്തിലേക്ക് വെയിൽ കൊള്ളുന്നത് സഹായകരമായിരിക്കും. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഭക്ഷണം സമയത്ത് കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹോൾ ഗ്രെയിനും ഫ്രൂട്ട്സും പച്ചക്കറികളും ഇലക്കറികളും വെജിറ്റബിൾസും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. ഈ രൂപത്തിൽ ശരീരത്തിന് സെറ്റ് ചെയ്യാം. പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങുക. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ കിടക്കാൻ പരമാവധി ശ്രമിക്കുക. ഞാൻ അടക്കമുള്ള പലർക്കും കഴിയാത്തൊരു സംഗതിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോൺ നേരത്തെ ഓഫ് ചെയ്ത് വെക്കുക. ഫോൺ നേരത്തെ എന്ത് ചെയ്യുക, സൈലൻ്റ് ആക്കിയിട്ട്, അല്ലെങ്കിൽ രാത്രി അനാവശ്യമായിട്ടുള്ള കോളുകളും ചാറ്റുകളൊക്കെ ഒഴിവാക്കുക. ഇതിപ്പോൾ എനിക്കടക്കമുള്ള പ്രശ്നങ്ങൾ എന്താ അറിയാം, നമ്മളെല്ലാം ഫ്രീ ആയിട്ടായിരിക്കും ആളുകൾക്ക് മറുപടി കൊടുക്കുക. സ്വാഭാവികമായിട്ടും ആളുകൾക്കറിയാം ഈ സമയത്ത് വിളിച്ചാലാ കിട്ടുക എന്ന് കരുതിയിട്ട് വിളി തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മളുടെ രാത്രി 10 മണി എന്നുള്ള 11, 12, 1 മണിയൊക്കെ ആവും. ഉറക്കം എല്ലാവരും ഇപ്പോൾ നോക്കൊണ്ടു, ഓൺലൈനിൽ ആളുകൾ ഏറ്റവും കൂടുതലുള്ള സമയം രാത്രിയായിരിക്കും. കാരണം അതെല്ലാ പണിയും കഴിഞ്ഞ് ബെഡിൽ അങ്ങനെ കിടന്ന് വാട്സപ്പ് നോക്കിയിരിക്കണം. ഞാൻ അടക്കട്ടോ, ഞാൻ വേറെ ആരും കുറ്റം പറയില്ല. ഇതെന്താവും, ഉറക്കം ശരിയാവാതിരിക്കാനും ദഹനം ശരിയാവാതിരിക്കാനും മലബന്ധത്തിലേക്കും ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളിലേക്കും പോകും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക, പിന്നെ ഭക്ഷണം കഴിക്കുന്നത് സമയത്ത് കഴിക്കുക എന്നുള്ളതാണ്. 7ാമത്തെ ടിപ്പായിട്ട് പറയാനുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക. സാധാരണ പറയാം ഓരോ 25 കിലോഗ്രാമിനും 1 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ. നിങ്ങൾക്ക് 75 കിലോ ആണ് വെയിറ്റ് എന്നുണ്ടെങ്കിൽ 3 ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കുന്ന തരത്തിലേക്ക് ധാരാളം വെള്ളം കുടിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം നിങ്ങൾ കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മലത്തിൽ നിന്ന് വെള്ളം കുടലിൽ വെച്ച് വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ മലം ടൈറ്റാവും. അങ്ങനെ ടൈറ്റായി കഴിഞ്ഞാൽ പോരാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഈസി ആവുമെന്ന് മാത്രമല്ല, ഈ മലം വലിച്ചെടുക്കുന്നത്, മലം ഡ്രൈ ആവുന്നത് ഒഴിവായി കിട്ടുകയും ചെയ്യും. ഭക്ഷണത്തിൻ്റെ കൂടെ പ്രോബയോട്ടിക്സ്, തൈര് പോലുള്ള സംഗതികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദഹനം വളരെ ഈസി ആയിട്ട് നടക്കും. എന്ന് മാത്രമല്ല അതിലൂടെ സുഖമായിട്ട് നിങ്ങൾക്ക് ശോധന കിട്ടാൻ സഹായകരമായിരിക്കും. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒപ്പം തൈര് ഉപയോഗിക്കാനും ശ്രദ്ധിച്ചാൽ അത് നല്ലതാണ്. പിന്നെ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക. നന്നായിട്ട് വാരി വിഴുങ്ങി കഴിക്കുന്നതിന് പകരം ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നിങ്ങൾ ഈ വ്യായാമം, എക്സസൈസും, മോഡലും പാടലും ഒഴിവാക്കിയിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ ഒരു റെസ്റ്റ് എടുക്കുക. എന്ന് വെച്ചാൽ കിടന്നുറങ്ങുക എന്നുള്ളത് നല്ലതല്ല. ഭക്ഷണം കഴിച്ച ഉടനെ കുറച്ച് റെസ്റ്റ് എടുക്കുക. ശരീരത്തിന് അമിതമായിട്ട് വ്യായാമം വരുന്ന അവസ്ഥ ഒഴിവാക്കുക. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വാരി വറച്ച് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. ഏറ്റവും നല്ലത് ഭക്ഷണത്തിൻ്റെ അരമണിക്കൂർ മുൻപോ ഭക്ഷണത്തിന് അരമണിക്കൂർ ശേഷമോ വെള്ളം കുടിക്കുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ ജീവിതശൈലിയൊക്കെ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് രോഗം വരികയാണ് എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ ഫലവത്തായിട്ട് ചികിത്സിക്കാൻ കഴിയും. ഞാനിതിന് ആദ്യം ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് നിങ്ങളുടെ ജീവിതശൈലി എന്ന് കൃത്യമായിട്ട് പഠിക്കും. എന്നിട്ട് എവിടെയാണ് ഇത് പാളുന്നത് എന്ന് നോക്കും. ചിലർക്ക് നന്നായിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ടാവും, പക്ഷേ ഉറക്കം ശരിയാവുന്നുണ്ടാവില്ല. ചിലർക്ക് ഇതൊക്കെ ശരിയാവുന്നുണ്ടാവും, നല്ല സ്ട്രെസ്സായിരിക്കും. ചിലർക്ക് ലഹരികൾ ഉണ്ടാവും. ഇങ്ങനെ എന്താണ് എന്നുള്ളത് ഓരോ വ്യക്തിയെയും കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യുക, പഠിക്കുക. അങ്ങനെ അതിനാവശ്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇതിന് ശേഷവും രോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങളുണ്ടോ, കുടലിൽ പുണ്ണോ അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളോ ക്യാൻസറോ പൈൽസോ അത്യാദി സംഗതികൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രോഗനിർണയം നടത്തും. ഇത്തരത്തിൽ ഓരോ രോഗിയുടെയും രോഗനിർണയവും മരുന്ന് നിർണയവും കൃത്യമായിട്ട് നടത്തുക ചെയ്യാറുള്ളത്. ഇതിനു വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത്. അതിനുശേഷം ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ എന്താണ് കാരണം എന്ന് കണ്ടെത്തി ആ കാരണത്തെ ക്ലിയർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജീവിതശൈലിയോട് കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് ആ കാരണം മാറുകയും അതുകൊണ്ടുള്ള മറ്റ് പ്രയാസങ്ങൾ മാറുന്നതോടൊപ്പം ഈ മലബന്ധം മാറിക്കിട്ടുകയും ചെയ്യും. എന്ന് മാത്രമല്ല, മലബന്ധം പിന്നീട് ഉണ്ടാക്കാവുന്ന പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല പോലുള്ള രോഗങ്ങളെ ഇല്ലാതെയാക്കാനും ഇത് ഏറെ സഹായകരാകും. ഇത്തരത്തിലാണ് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഓരോ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ
ഇത്തരം സംഗതികൾ മാറ്റാൻ കഴിയുമെന്നാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. ഈ സംഗതികൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എത്രത്തോളം ഏതൊക്കെ എഫക്റ്റീവായി, എഫക്റ്റീവ് അല്ലാതെയായി എന്ന് പറയാം. ഞാൻ എൻ്റെ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഓരോ രോഗിയോടും പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഞാൻ പറയാൻ വിട്ടൊന്നുണ്ട് കേട്ടോ. ഞാൻ അതിൽപ്പെട്ടിട്ടുള്ള ഒന്നാണ് നമ്മളെ ചോളമില്ലേ, കമ്പം എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും, ചോളം. അത് പുഴുങ്ങിയിട്ട് കഴിക്കുക. അങ്ങനെ ആകുമ്പോൾ അതിലൊരു ഗുണമുണ്ട് കേട്ടോ, നന്നായിട്ട് ശോധന കിട്ടും. പല പേഷ്യൻസും പറഞ്ഞതാണ്. നമ്മൾ പലപ്പോഴും ബുക്കുകൾ നോക്കുമ്പോൾ ഒറ്റയടിക്ക് കാണാത്തൊരു സംഗതിയാണ്, പക്ഷേ പ്രാക്ടിക്കലി ഏറ്റവും കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ്. മലം ഉറക്കുകയുമില്ല, പെട്ടെന്ന് സുഖമായിട്ട് ശോധന കിട്ടാനും ഏറെ സഹായകരായിരിക്കും. അത് സ്വീറ്റ് കോൺ തന്നെ വേണമെന്നില്ല, സ്വീറ്റ് കോണിന് നല്ല പൈസയാണ്. ഇതാവുമ്പോൾ ഏത് സാധാരണക്കാരനും പുഴുങ്ങി കഴിക്കാൻ, എല്ലാ വീട്ടിലും വെക്കാനും എല്ലാം കഴിയുന്ന, വലിയ ബുദ്ധിമുട്ടില്ലാതെ 10-20 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്ന സംഗതിയാണ്. അപ്പോൾ അത് ശീലാക്കുന്നതും നല്ലതാണ്. ഇത്തരത്തിൽ നിങ്ങളെ വീട്ടിലും അടുക്കളത്തോട്ടത്തിലും ഇരുന്നു കൊണ്ട് നിങ്ങൾ രോഗത്തിനെ മാറ്റുക. നിങ്ങളുടെ ജീവിതശൈലിയിലും ടോയ്ലറ്റ് ശീലങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ലഹരിയും സ്ട്രെസ്സൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒരു പ്രശ്നമൊന്നും ആവില്ല. ഇന്ന് വയറ്റിന്ന് പോയിട്ടില്ല, ഇനി എന്താ ചെയ്യുക എന്നുള്ള ആലോചിച്ച് നിങ്ങൾക്ക് പേടിക്കേണ്ടി വരില്ല. അത്തരത്തിലുള്ള ഇൻഫർമേഷനാണ് ഇന്ന് വീഡിയോയിൽ തന്നിട്ടുള്ളത്. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.